കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന് ഇന്നറിയാം. ബംഗളൂരുവിൽ നിന്ന് തിരിച്ചെത്തിയ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്ന നടപടിക്രമങ്ങൾ അന്തിമഘട്ടത്തിലേക്ക് കടന്നത്. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് നിന്നുള്ള മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം രാഹുൽ ഗാന്ധി തേടിയിരുന്നു. മുൻ KPCC അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ടാണ് നടപടിക്രമങ്ങൾ ഹൈക്കമാൻഡ് പൂർത്തിയാക്കുന്നത്. വോട്ടെണ്ണൽ കഴിഞ്ഞ് 10 ദിവസം പിന്നിട്ടിട്ടും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാത്തതിൽ ഘടകകക്ഷികളും കടുത്ത അതൃപ്തിയിലാണ്. മുഖ്യമന്ത്രിയെ ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. സോണിയാജി ഹോസ്പിറ്റലിലായിരുന്നു എന്നറിയാമല്ലോ. എന്റെ ചെറിയ താമസം വരാം. ഏതായാലും നല്ല തീരുമാനത്തിനായിട്ട് എല്ലാവരും കാത്തിരിക്കുന്നു. ഞങ്ങളുടെ പ്രതിനിധികൾ ഡാൻ കുര്യനും കിരൺ ബാബുവും വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ആദ്യം ഡാനിലേക്ക്. ഡാൻ, ഇന്ന് ഉച്ചയ്ക്ക് മുൻപുണ്ടാകും എന്നതായിരുന്നു പ്രതീക്ഷ. പ്രഖ്യാപനം കാത്തു നിന്ന മണിക്കൂറുകളാണ് കഴിഞ്ഞുപോയത്. ഇനി എപ്പോഴേക്ക് തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു? ഒരു പേരിലേക്ക് തന്നെ നേതൃത്വം എത്തിക്കഴിഞ്ഞു എന്ന കാര്യം ഉറപ്പാണ്. അതിന് മുന്നോടിയായിട്ടാണ് എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളെ 9 മുതിർന്ന നേതാക്കളെ ഇന്നലെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് രാഹുൽ ഗാന്ധി ഓരോരുത്തരെയും പ്രത്യേകം കണ്ട് സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തിയത്. അവരുടെ എല്ലാം അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഒടുവിൽ തർക്കങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് ദേശീയ നേതൃത്വം എത്തുന്നത് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അവിടെ VD സതീശന് അനുകൂലമായി ഘടകകക്ഷികളിൽ പ്രത്യേകിച്ച് ലീഗ് നേതൃത്വം വലിയ സമ്മർദ്ദ നീക്കം നടത്തിയിരുന്നു. അതിൽ കടുത്ത വിയോജിപ്പാണ് ഇന്നലെ രാഹുൽ ഗാന്ധിയെ കണ്ട സംസ്ഥാനത്തു നിന്നുള്ള മുതിർന്ന നേതാക്കളിൽ 5 പേരിലധികം ഉന്നയിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വമല്ലേ, അതിൽ മറ്റൊരു വലിയ ബാഹ്യ സമ്മർദ്ദം ഉണ്ടാകുന്നത് എങ്ങനെ അംഗീകരിക്കാനാവും എന്ന നിലപാടാണ് KPCCയുടെ നേതൃത്വത്തിലുള്ള ഭാരവാഹികൾ അടക്കം ഒരു വിഭാഗം രാഹുൽ ഗാന്ധിയെ അറിയിച്ചിരിക്കുന്നത്. അതേസമയം തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് നയിച്ചത് പ്രതിപക്ഷ നേതാവാണ്. അതുകൊണ്ട് തന്നെ VD സതീശനെ പരിഗണിക്കണം എന്ന ആവശ്യം ആണ് ലീഗ് നേതൃത്വം ഒടുവിൽ ദീപാദാസ് മുൻഷിയെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴും അവരോട് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഘടകകക്ഷികളെയും MLA-മാരെയും MP-മാരെയും ഒന്നും പിണക്കാത്ത തരത്തിൽ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു തീരുമാനമായിരിക്കും ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക. അതിൽ വ്യക്തത വരാനുള്ളത് വലിയ എതിർപ്പ് KC വേണുഗോപാലിനെതിരെ സംസ്ഥാനത്തുടനീളം അദ്ദേഹത്തെ കേരളത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനുള്ള നീക്കം നടക്കുന്നുവെന്ന പേരിൽ വലിയ എതിർപ്പ് VD സതീശൻ പക്ഷം ഉയർത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് മുതിർന്ന നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് രാഹുൽ ഗാന്ധി നേരിട്ട് ചർച്ച നടത്തിയത്. അതിൽ തന്നെ ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ ഒരു സംഘടിത സ്വഭാവമുണ്ട് എന്നൊരു വിലയിരുത്തലിലേക്ക് ഹൈക്കമാൻഡ് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ഒരു തരത്തിലും അത്തരം നീക്കങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന മുന്നറിയിപ്പ് കൂടി നേതൃത്വത്തിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഒരു ഒത്തുതീർപ്പ് ഫോർമുലയായിരിക്കുമോ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്നതിൽ മാത്രമാണ് ഇനി ഒരു വ്യക്തത വരാനുള്ളത്. എന്തായാലും ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് ലഭിക്കുന്ന വിവരം. ഡാൻ, ഇതിൽ സോണിയാഗാന്ധിയുടെ തീരുമാനം വളരെ നിർണായകമാകും എന്ന തരത്തിലുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഖർഗെയും രാഹുലും ഒരിക്കൽ കൂടി കൂടിക്കാഴ്ച നടത്തും എന്നതിന്റെ വിവരങ്ങൾ ഉണ്ടായിരുന്നു. ആ കൂടിക്കാഴ്ച എപ്പോൾ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്? സോണിയാഗാന്ധിയുടെ തീരുമാനം അറിയിച്ചിട്ടുണ്ട് എന്നതാണോ മനസ്സിലാകുന്നത്? ഇന്ന് ലീഗിന്റെ നിർണായകമായ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുമ്പോൾ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ഇനി അത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, അത് മാൻഡേറ്ററി ആണല്ലോ എന്ന ഒരു വാക്കാണ് സൂചിപ്പിച്ചത്. ഒപ്പം നേരത്തെ VD സതീശന് അവർ പരോക്ഷമായി നൽകിയ പിന്തുണ അത് തുടരുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളിൽ നിഴലിച്ചത്. അപ്പോൾ ഘടകകക്ഷികളുടെ തീരുമാനം എത്ര നിർണായകമാകും? സോണിയാഗാന്ധി ഇതിൽ പറയുന്ന അഭിപ്രായം എത്ര നിർണായകം? ഇപ്പോഴത്തെ സംസ്ഥാനത്തെ സാഹചര്യം, ജനവികാരം എന്നതൊക്കെ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനമാണോ പ്രതീക്ഷിക്കേണ്ടത്? കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇതിനു മുമ്പും ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കൊടുങ്കാറ്റുകൾ ഉണ്ടായ സമയത്തൊക്കെ അതിനെ ശമിപ്പിക്കാനായി കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധി എപ്പോഴും അവസാനമായി സംസ്ഥാനത്തെ ഒരു മുതിർന്ന നേതാവിന്റെ നിലപാട് തേടിയിരുന്നു. ആ നേതാവ് AK ആന്റണിയാണ്. സോണിയാഗാന്ധിയുടെ ഏറ്റവും വിശ്വസ്തനായ ഒരു മുതിർന്ന നേതാവ് കൂടിയായിരുന്നു AK ആന്റണി. ആ AK ആന്റണിയോട് തന്നെയാണ് സംസ്ഥാനത്തെ ഈ പൊതു സാഹചര്യത്തിൽ ഏത് തരത്തിലേക്ക് മുമ്പോട്ട് പോകണം, നിലപാട് എങ്ങനെയായിരിക്കണം എന്നതിൽ സോണിയാഗാന്ധി അഭിപ്രായം തേടിയത്. അതുകൊണ്ട് തന്നെ AK ആന്റണി മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഒരു ഫോർമുലയുണ്ട്.
അത്തരത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യതയാണ് തെളിയുന്നത്. അതായത് ജനവികാരം കണക്കിലെടുത്തുകൊണ്ട് പാർട്ടിക്കുള്ളിലും പാർട്ടിക്ക് പുറത്തു നിന്നും ഉണ്ടായ പ്രതിഷേധങ്ങളും എതിർപ്പുകളും വിമർശനങ്ങളും ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ആ തീരുമാനം. MLA-മാരുടെ പിന്തുണ എന്തുകൊണ്ട് വി ഡി സതീശന് ലഭിക്കാതെ പോയി എന്ന കാര്യം ഹൈക്കമാൻഡ് കൃത്യമായി തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. MP-മാരിൽ കെ സുധാകരനടക്കം വലിയ വിമർശനം വി ഡി സതീശനെതിരെ ഉന്നയിക്കുന്ന സാഹചര്യം മുമ്പുണ്ടായി. ഹൈക്കമാൻഡ് പ്രതിനിധികളെ നേരിൽ കണ്ടും അത് സുധാകരൻ ആവർത്തിക്കുന്ന സാഹചര്യമുണ്ടായി. MP-മാർക്ക് സംസ്ഥാനത്ത് അനുകൂലമായി മത്സരിച്ചാൽ ജയിക്കുമായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നിട്ടും അതിന് അവസരമൊരുക്കാതിരുന്നത് വി ഡി സതീശന്റെ പിടിവാശിയാണ് എന്ന നിലപാടാണ് MP-മാരിൽ ഒരു വിഭാഗം ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത്. ഇങ്ങനെ എതിർപ്പുകളും അനുകൂല നിലപാടുകളും പല വശത്ത് കുഴഞ്ഞു മറിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സങ്കീർണമായ പ്രതിസന്ധിക്കിടയിൽ 102 സീറ്റുമായി അധികാരത്തിലേക്ക് 10 വർഷത്തിന് ശേഷം കടന്നുവന്ന UDF-നെ നയിക്കേണ്ട കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാണ് എന്നൊരു ചോദ്യം ഏറ്റവും വലിയ ഗൌരവത്തോടെ ചർച്ച ചെയ്യേണ്ട തരത്തിലേക്ക് ഹൈക്കമാൻഡിനെ എത്തിച്ചത്. പക്ഷേ അവർ ഒരു പേരിലേക്ക് എത്തി. ആ പേരുമായി ബന്ധപ്പെട്ട ഹൈക്കമാൻഡ് വൃത്തം ഘടകകക്ഷി നേതാക്കളുമായി ഒക്കെ ചർച്ച നടത്തിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന. പക്ഷേ അത് ആരാണ് എന്ന് അറിയാൻ കുറച്ച് മണിക്കൂറുകൾ കൂടി കാത്തിരിക്കേണ്ടി വരുമെന്ന് മാത്രം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.